ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലേക്ക് ഒരു കപ്പൽ തിരിക്കുകയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ആ കപ്പലിലെ യാത്രക്കാരെ എല്ലാവരും തന്നെ കാണാതെയാവുകയാണ്. ആ യാത്രക്കാരെല്ലാവരും എവിടേക്ക് പോയി, എങ്ങോട്ട് പോയി എന്ന് പോലും ആർക്കും അറിയുന്നില്ല. അധികൃതരും ഒരുപാട് നാട്ടുകാരും കൂടി ഈ കപ്പലിലെ യാത്രക്കാരെല്ലാവരും എവിടേക്ക് മാഞ്ഞുപോയെന്ന് അന്വേഷണം തുടങ്ങി. എന്നാൽ ആർക്കും തന്നെ അതിനൊരു ഉത്തരം ലഭിച്ചില്ല. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് 153 വർഷങ്ങളായി ചുരുളഴിയാത്ത മേരി സെലസ്റ്റ എന്ന് പറയുന്ന കപ്പലിൻ്റെ രഹസ്യങ്ങളെ പറ്റിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകാം. സോ വെൽക്കം ബാക്ക് ടു ട്രൂ സ്റ്റോറീസ്. മേരി സെലസ്റ്റ എന്ന് പറയുന്ന കപ്പലിനെ പറ്റി അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. കേൾക്കാത്ത കാര്യം അറിയാനാണല്ലോ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് താല്പര്യം. അപ്പം ഈ കഥയും ഈ കപ്പലും എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കിയാലോ. വർഷം 1872 നവംബർ മാസം 7-ാം തീയതി ഇറ്റലിയിൽ നിന്നും ന്യൂയോർക്കും ലക്ഷ്യമാക്കിക്കൊണ്ട് മേരി സെലസ്റ്റ എന്ന് പറയുന്ന കപ്പൽ യാത്ര തിരിക്കുകയാണ്. ആ കപ്പലിൽ ഉണ്ടായിരുന്നത് 8 അംഗ ക്രൂ മെമ്പേഴ്സ്, അവിടുത്തെ കപ്പിത്താൻ, മറ്റ് അസിസ്റ്റൻസും അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു. അതോടൊപ്പം തന്നെ 1700 ബാരൽ വരുന്ന ഇൻഡസ്ട്രിയൽ ആൽക്കഹോളും ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എടുത്തു കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൽക്കഹോൾ. ഒരുപാട് പ്രോസസ്സിലൂടെ മാത്രം കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് ഈ ആൽക്കഹോൾ നമുക്ക് കുടിക്കാൻ പറ്റുക. ഇപ്പം നമുക്ക് ഈ ആൽക്കഹോൾ ഡയറക്റ്റായിട്ട് കുടിക്കാൻ പറ്റില്ല. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ വേണ്ടി 25 ദിവസത്തിൻ്റെ മേലെ എടുക്കും. എന്നാൽ ഇവരെ കയ്യിൽ 6 മാസത്തെ ഭക്ഷണത്തിൻ്റെ ശേഖരണം ഉണ്ടായിരുന്നു. നവംബർ 7-ാം തീയതി തന്നെ കപ്പൽ യാത്ര തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കപ്പലും പുറം ലോകവുമായുള്ള ബന്ധം നിലയ്ക്കുകയാണ്. ആ കപ്പലിലുള്ളവർക്ക് എന്ത് സംഭവിച്ചെന്നോ കപ്പൽ എവിടെയാണെന്നോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഡിസംബർ 5-ാം തീയതി ആകുമ്പോൾ പോർച്ചുഗീസിൻ്റെ തീരത്ത് നിന്ന് 600 മൈൽ അകലെയായിട്ട് ഒരു കപ്പൽ കടലിലൂടെ ഒഴുകി ഒഴുകി നടക്കുന്നത് മറ്റൊരു കപ്പലിൽ ഇരുന്നു കൊണ്ട് ഒരു കപ്പിത്താൻ കാണുകയാണ്. കപ്പൽ യാത്രക്കാർ വഴി മുന്നോട്ട് പോകുന്നതല്ല. ആ കപ്പലിൽ ആളുകളുണ്ടെന്ന സൂചനയുമില്ല. എന്തായാലും കപ്പലിൻ്റെ അടുത്തേക്ക് തന്നെ പോയി നോക്കാമെന്ന് ഈ കപ്പിത്താൻ ചിന്തിക്കുകയാണ്. കപ്പലിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ ക്യാപ്റ്റന് മനസ്സിലായി ഇത് നമ്മുടെ കാണാതായ മേരി സെലസ്റ്റ എന്ന് പറയുന്ന കപ്പലാണെന്ന്. തൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് കാര്യം പറയുകയും പുറമേയുള്ളവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. തൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് കപ്പലിൻ്റെ അകത്ത് കയറി നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു ഡേവിഡ് എന്ന് പറയുന്ന പുതിയ കപ്പലിൻ്റെ കപ്പിത്താൻ. അകത്ത് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പരിശോധിച്ചിട്ടും ആരും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടി തന്നെ മറ്റേ കപ്പലിലെ ക്യാപ്റ്റനായിരുന്ന ഡേവിഡ് മോർഹോപ്പ് എന്ന് പറയുന്ന വ്യക്തി മേരി സെലസ്റ്റ എന്ന് പറയുന്ന കപ്പലിലെ ക്യാപ്റ്റൻ്റെ റൂം കയറി പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി. ആ പരിശോധനയിൽ അദ്ദേഹത്തിന് ഒരുപാട് തെളിവുകൾ ലഭിക്കുകയായിരുന്നു. ഈ കപ്പലിൽ യാത്ര തിരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് 1700 ബാരൽ ആൽക്കഹോൾ ആയിരുന്നു. അതിൽ നിന്നും 9 എണ്ണം ഇപ്പം എംപ്റ്റി ആയിരിക്കുകയാണ്. ബാക്കിയെല്ലാം യാതൊരു വിധത്തിലെ കേടുപാടുമില്ലാതെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കപ്പലിലെ ക്യാപ്റ്റൻസിന് ഒരു ലോക്ക് ബുക്ക് ഉണ്ട്. ആ ലോക്ക് ബുക്കിൽ അവസാനമായി രേഖപ്പെടുത്തിയ ഡേറ്റ് 1874 നവംബർ മാസം 24-ാം തീയതി ആയിരുന്നു. മേരി സെലസ്റ്റയുടെ ക്യാപ്റ്റൻ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. വലിയൊരു ചുഴലിക്കാറ്റിലൂടെ ഞങ്ങൾ കടന്നുപോയി. അതിഭയങ്കരമായി തന്നെ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്തു. ആർക്കും യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും പറ്റിയിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഇത്രയും ദിവസമായിട്ടും ആ ബുക്കിൽ യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ മുഴുവനും തിരഞ്ഞു നോക്കിയിട്ടും ഒരു വിധത്തിലുള്ള ഒരു സൂചനകൾ പോലും ലഭിച്ചില്ല. പിന്നീട് അങ്ങോട്ട് മറ്റേ കപ്പലിൻ്റെ ക്യാപ്റ്റനായ ഡേവിഡ് മേരി സെലസ്റ്റ എന്ന് പറഞ്ഞ ഈ കപ്പൽ തൻ്റെ കപ്പലിനോട് കൂട്ടിക്കെട്ടിക്കൊണ്ട് കരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ കപ്പൽ കരയ്ക്കെത്തിച്ചതിന് ശേഷം ഈ കപ്പലിൻ്റെ ഇൻഷുറൻസ് തുക വേണമെന്ന് പറഞ്ഞ് ഡേവിഡ് എന്ന് പറയുന്ന പുതിയ കപ്പലിൻ്റെ മറ്റേ കപ്പലിൻ്റെ ക്യാപ്റ്റൻ കേസ് കൊടുക്കുകയും അതേ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു.
കപ്പലിലുള്ള മനുഷ്യരെ കാണാതായെ തുടർന്ന് ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഇതായിരുന്നു: മേരി സെലസ്റ്റ എന്ന് പറഞ്ഞ കപ്പലിലെ ക്യാപ്റ്റൻ ബെഞ്ചമിനും അതുപോലെ തന്നെ പുതുതായി വന്ന കപ്പലിലെ ക്യാപ്റ്റൻ ഡേവിഡും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. കപ്പൽ യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടുമുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ പ്ലാൻ ചെയ്ത് നടത്തിയ പരിപാടിയാണെന്നാണ് പൊതുവായ ഒരു സംസാരം. എന്നാൽ ക്യാപ്റ്റൻ ഡേവിഡ് അതിശക്തമായി അതിനെ എതിർത്തു. എന്നും സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ സംസാരിച്ചുള്ളൂ, നമ്മൾ നല്ല കൂട്ടുകാരായിരുന്നു, അതിലൊരു മാറ്റവുമില്ലെന്ന് അദ്ദേഹം ഉറച്ചു തന്നെ സംസാരിച്ചു. അന്ന് കപ്പൽ പരിശോധിച്ചപ്പോൾ പലതരത്തിലുള്ള സാധനങ്ങൾ കപ്പലിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു. ഉദാഹരണത്തിന് ഭൂതക്കണ്ണാടി, ദൂരദർശൻ, ലൈഫ് ജാക്കറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഓരോരോ വസ്തുക്കൾ. കേൾക്കുമ്പോൾ നിസ്സാരമാണെങ്കിലും വലിയ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇത്. ഒരു പക്ഷേ കപ്പലിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം വന്നപ്പോൾ, വല്ല മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ കൊള്ളക്കാരുടെ ആക്രമണം വന്നപ്പോൾ വല്ല ചെറിയ കപ്പലിൽ കയറി ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടതുമാകാം. കപ്പലിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായി വെള്ളം കയറിയിട്ടുണ്ട്. ഇനി അത് കാരണം എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നും കുറേ സംശയങ്ങളുണ്ട്. പക്ഷേ 6 മാസത്തേക്ക് കരുതിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കപ്പലിൻ്റെ കേടുപാടുകൾ കാരണം അവർ മരിച്ചു പോയതാണെന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നില്ല. അങ്ങനെ ഈ കപ്പലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്താവുകയാണ്. ഒരുപാട് പേര് കപ്പലിനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങി. അങ്ങനെ ഒടുവിൽ ഒരു ഉത്തരം കിട്ടി. ഈ കപ്പൽ ഒരു ഗോസ്റ്റ് ഷിപ്പായിരുന്നു, അതായത് ഒരു പ്രേത കപ്പലായിരുന്നു. മേരി സെലസ്റ്റയെക്കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ കലാകാരനുമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് മേരി സെലസ്റ്റ എന്ന് പറയുന്ന ഈ കപ്പലിനെ ഗോസ്റ്റ് ഷിപ്പ് എന്ന് ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ, ഈ കപ്പൽ ആദ്യമായി ഉണ്ടാക്കിയപ്പോൾ ഈ കപ്പലിൻ്റെ പേര് ആമസോൺ എന്നായിരുന്നു. ഈ കപ്പലിലെ ക്യാപ്റ്റൻ ആദ്യ യാത്രയിൽ തന്നെ കപ്പലിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. തുടർന്നുള്ള യാത്രയിൽ ഒരുപാട് തരത്തിലുള്ള കേടുപാടുകളിലും കൂട്ടിയിടിക്കലും തീ കത്തലും ഉണ്ടായിരുന്നു. കേടുപാട് പറ്റിയ ഈ കപ്പൽ ശരിയാക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്ത് കൊണ്ടുപോയി. ആ സ്ഥാപനത്തിലും തീപിടുത്തമുണ്ടാവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കപ്പൽ മറ്റൊരു വലിയ വ്യവസായി വാങ്ങുകയാണ്. ആ വ്യവസായിക്ക് ഈ കപ്പൽ വാങ്ങിയതിന് ശേഷം വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും ചെയ്തിരിക്കുന്ന ജോലിയിൽ ഉയർവും ഇല്ലാതെയാവുകയാണ്. അങ്ങനെ ഈ കപ്പൽ എങ്ങനെയെങ്കിലും വിറ്റൊഴിക്കാനുള്ള ശ്രമമായി. ചെറിയ പൈസയ്ക്ക് ഈ കപ്പൽ മറ്റൊരു വ്യക്തിക്ക് വിറ്റു. ആ വ്യക്തി ഒരുപാട് സന്തോഷത്തോടെ ഈ കപ്പൽ വാങ്ങിയെങ്കിലും ഈ കപ്പൽ പണ്ടത്തെ പോലെ തന്നെ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. 11 വർഷ കാലഘട്ടത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് വ്യക്തികൾ മാറി മാറി കപ്പൽ വാങ്ങുകയും ചെയ്തിരുന്നു. ക്യാപ്റ്റൻ ബെഞ്ചമിനും സഹോദരങ്ങളും 2 സുഹൃത്തുക്കളും ചേർന്ന് വാങ്ങിയതായിരുന്നു മേരി സെലസ്റ്റ എന്ന പേര് മാറ്റിയ ഈ കപ്പൽ. ഈ കപ്പലിലെ യാത്രക്കാരെയും ഇവരെ കുടുംബത്തെയും കാണാതെയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇവർക്ക് എന്ത് പറ്റി, ഇവരെങ്ങോട്ട് പോയെന്ന് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഒരു പക്ഷേ കപ്പലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ലൈഫ് ബോട്ട് കയറി രക്ഷപ്പെട്ടതായേക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രേതക്കപ്പലായത് കാരണം ആത്മാക്കൾ വന്ന് അവരെ അങ്ങ് കൊന്നു തിന്നതാണെങ്കിലോ? വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രം ട്രൂ സ്റ്റോറീസ്.